മരുമകൾ രചന അവതരണം മിത്രവിന്ദ. ഇവർക്കെന്നോട് ദേഷ്യമാണ് ഏട്ടാ. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഏട്ടൻ എനിക്ക് വേണ്ടി ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കണം. ഞാനിവിടെ നിൽക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ ഇന്ന് തന്നെ ഹരിയേട്ടൻ്റെ വീട്ടിലേക്ക് മാറിക്കോളാം. കള്ളക്കണ്ണീര് വരുത്തി ശ്രീനിധി അത് പറഞ്ഞു തുടങ്ങിയത് ശ്രീജിത്ത് ആ കണ്ണീരിൽ അലിഞ്ഞില്ലാണ്ടായി. അതിന് പകിട്ട് കൂട്ടാൻ എന്നതുപോലെ ശോഭനയുടെ ചില വർത്തമാനങ്ങളും കൂടെ ചേർന്നതോടെ പൂർണ്ണമായും കുറ്റം മീനാക്ഷിയുടെ മേലായി മാറി. എനിക്ക് ശ്രീനിധിയോട് യാതൊരു വിധത്തിലുള്ള ദേഷ്യവുമില്ല. ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ റൂമിൽ നീ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ അതെനിക്ക് മടക്കി കിട്ടണം. മീനു, നീ ഇങ്ങ് വാ. ഇങ്ങനെ ചന്ത പെണ്ണിനെ പോലെ സ്വന്തം വീട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതൊക്കെ തീരെ മോശമുള്ള കാര്യമല്ലേ? മീനാക്ഷിയുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് കയറി കഥ കടിച്ച ശേഷമാണ് ശ്രീജിത്ത് അത് പറഞ്ഞത്. എങ്കിലൊരു കാര്യം ചെയ്യ, ശ്രീയേട്ടൻ തന്നെ ഈ തുണികളൊക്കെ മടക്കി വെക്ക്. കട്ടിലിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന തുണികളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മീനു പറഞ്ഞു. എന്താ മീനു ഇത്? ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ ഉള്ളൂ. അതുകൊള്ളാം, ജോലിയും ക്ഷീണമൊക്കെ നിങ്ങൾക്ക് മാത്രമല്ലേ ഉള്ളൂ. ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്ത് തീർത്ത ശേഷമാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ജോലിക്ക് പോയി തിരികെ വരുമ്പോൾ പിന്നെയും കാണും 100 കൂട്ടം പണി. അതെല്ലാം ചെയ്ത് രാത്രിയിലേക്കുള്ള ഭക്ഷണവും ഉണ്ടാക്കും. അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. എന്നിട്ട് ഞാൻ എനിക്ക് ക്ഷീണമാണെന്നോ എനിക്ക് വയ്യെന്നോ പറഞ്ഞ് ഇന്ന് വരെ ശ്രീയേട്ടൻ്റെ മുമ്പിൽ ഒരു പരാതിയുമായി വന്നിട്ടുണ്ടോ? എന്തിനെങ്കിലും കണക്ക് പറയാൻ ഞാൻ എത്തിയിട്ടുണ്ടോ? അതിന് നീ ഇന്ന് ജോലിക്ക് പോയില്ലല്ലോ. അതെങ്ങനെ ശ്രീയേട്ടൻ അറിഞ്ഞു? അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു നീ ഇന്ന് പകൽ മുഴുവനും ജോലിക്ക് പോകാതെ കതകടച്ച് റൂമിലിരിക്കുമായിരുന്നെന്ന്. കൊള്ളാം, ഇത്രയും കാര്യങ്ങൾ അമ്മ വിളിച്ചു പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ട് ജോലിക്ക് പോയില്ല എന്നൊരു വാക്ക് ശ്രീയേട്ടൻ എന്നോട് ചോദിച്ചോ? ഓ, അത് ഞാനങ്ങ് വിട്ടുപോയി. അതൊക്കെ പോട്ടെ, താനെന്തായിരുന്നു പോകാഞ്ഞത്? എനിക്ക് പീരിയഡ്സായി, ഒട്ടും വയ്യായിരുന്നു. ഭയങ്കര തലവേദനയും വയറുവേദനയുമായിരുന്നു. ആ, ഇതൊക്കെ തനിക്ക് സ്ഥിരമുള്ളതല്ലേ? ചെറിയൊരു ലാഘവത്തോടെ ശ്രീജിത്ത് അത് തള്ളിക്കളഞ്ഞു. മീനുവിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സങ്കടം വന്നു. വേദന ഇപ്പോൾ കുറവുണ്ടോ? താൻ ഓക്കെ അല്ലേ എന്നൊക്കെ ശ്രീജിത്ത് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചവൾക്ക് മുൻപിൽ അവനതിനെ വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. സ്വന്തം അനിയത്തിക്കാണൊരു വയ്യാഴിക ഉണ്ടായതെങ്കിൽ അടുത്തൊന്നും മാറാതെ നിന്ന് ശുശ്രൂഷിച്ച് അവിടെ തന്നെ ഇരുന്നേനെ ശ്രീയേട്ടൻ. മീനു അത് മനസ്സിലാണ് പറഞ്ഞത്. അതുറക്കെ പറയാനും വേണ്ടിയുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. ഒരു ടാബ്ലറ്റും കഴിച്ച് മീനു വീണ്ടും കയറിക്കിടന്നു. സമയം 7 മണിയോട് അടുത്തിരുന്നപ്പോൾ ശ്രീജിത്ത് കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് പോയി. കുറച്ചധികം സമയമായിട്ടും മീനാക്ഷിയെ കാണാത്തതിനാൽ റൂമിലേക്ക് കയറി വരികയാണ്. മീനു, മീനു. ശ്രീജിത്ത് കുറേ നേരം തട്ടി വിളിച്ച ശേഷമാണ് മീനാക്ഷി ഉറക്കത്തിൽ നിന്നുണർന്നത്. ഇതെന്ത് കിടപ്പാ മീനു? സമയം എത്രയെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ടേ? ഉറക്കച്ചടവിൽ എണീറ്റിരുന്ന മീനാക്ഷിയുടെ മിഴികൾ ഒരു നിമിഷം ക്ലോക്കിലേക്ക് നീണ്ടു. 8 മണിയായിരിക്കുന്നു. തൽക്കാലം അമ്മയോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറയും ശ്രീയേട്ടാ. എനിക്കിന്ന് ഒട്ടും വയ്യ. ശ്രീനിധി ഉണ്ടല്ലോ, അവളോട് ഹെൽപ്പ് ചെയ്യാൻ പറയേ. അമ്മയ്ക്കും വയ്യ മീനു, അമ്മ കിടക്കുവാണ്. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് എന്നോട് ചപ്പാത്തി ഉണ്ടാക്കാൻ വയ്യെന്ന് അമ്മ പറയുന്നത്. ശ്രീമോൾ കയ്യിൽ മെഹന്തി ഇട്ടിരിക്കുവാണെന്ന്. നാളെ കൂട്ടുകാരുടെ കല്യാണമോ ഫങ്ഷനോ അങ്ങനെ എന്തോ ഉണ്ടെന്ന്. എങ്കിൽ ഇന്നൊരു ദിവസം രാത്രിയിലേക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങും. എനിക്കൊട്ടും വയ്യ. അത് നല്ല കഥയായി. അച്ഛന് പുറത്തുനിന്നുള്ള ഭക്ഷണം ഇഷ്ടമില്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ? അതറിഞ്ഞുകൊണ്ട് നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? വാ മീനു, ഒന്ന് ഭക്ഷണം ഉണ്ടാക്ക്. അപ്പോഴേക്കും വയ്യായിക്കും ഒക്കെ മാറും. നീ ഒരു ഗുളിക കൂടി കഴിച്ചിട്ട് വാ, ഞാൻ കൂടി ഹെൽപ്പ് ചെയ്യാം. ശ്രീയേട്ടന് ചപ്പാത്തി മാവ് നനയ്ക്കാൻ അറിയാമോ? അല്ലെങ്കിൽ നനച്ചു വെച്ച മാവ് പരത്തിയെടുക്കാൻ അറിയാമോ? ഇതൊന്നും വേണ്ട. ഞാൻ പരത്തിയ ചപ്പാത്തി ചുട്ടെടുക്കാൻ അറിയാമോ? ഒന്നും അറിയില്ല. എന്നിട്ടാ പറയുന്നത് ഹെൽപ്പ് ചെയ്യാന്ന്. വെറുതെ ഞാൻ ചെയ്യുന്നത് നോക്കി അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ശ്രീയേട്ടൻ്റെ അമ്മ പിന്നെ 100 കൂട്ടം കുറ്റവും പറഞ്ഞു വരും. ആരുടെ സഹായവും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. അടിവയർ പിളരുന്ന വേദനയെപ്പോലും വകവയ്ക്കാതെ മീനു ചവിട്ടിത്തുള്ളി താഴേക്ക് നടന്നു. ചപ്പാത്തി ചുട്ടുകൊണ്ടിരുന്ന സമയം തന്നെ
കയ്യിലെ മെഹന്തി എല്ലാം കഴുകിക്കളഞ്ഞ് ശ്രീനിധി താഴേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. പനിയായ ക്ഷീണത്തിൽ കിടന്ന ശോഭനയും ഭക്ഷണം കഴിക്കാനായി വന്നു. അവരെല്ലാവരും എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ശബ്ദം അടുക്കളയിൽ നിന്ന് മീനാക്ഷിക്ക് കേൾക്കാം. നീ കഴിക്കുന്നില്ലേ എന്നൊരു ചോദ്യം അവൾ ആരിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. കാരണം അവൾക്ക് അവരെല്ലാവരുടെയും സ്വഭാവം കൃത്യമായിട്ടറിയാം. എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരുടെ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ച ശേഷമാണ് മീനു ആഹാരം കഴിച്ച് റൂമിലേക്ക് പോയത്. കട്ടിലിൽ വാരിക്കൂട്ടിയ തുണികളെല്ലാം ശ്രീജിത്ത് റൂമിൽ കിടന്ന കസേരകളിൽ നിറച്ചു വെച്ചിട്ട് സുഖ ഉറക്കത്തിലാണ്. മീനുവും കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് ചേർന്ന് കിടന്നു. കിടന്ന പാടെ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. പിറ്റേന്ന് ഫോണിൽ 4 മണിക്കുള്ള അലാറം അടിച്ചെങ്കിലും മീനാക്ഷി മനഃപൂർവ്വം എണീറ്റില്ല. അലാറം ഓഫ് ചെയ്തവൾ കണ്ണുകൾ അടച്ചു തന്നെ കിടന്നു. റൂമിൻ്റെ വാതിൽ ആരോ ശക്തമായി തട്ടുന്ന ശബ്ദം കേട്ടാണ് ശ്രീജിത്ത് ഉറക്കമുണർന്നത്. കൺമുമ്പിൽ ദേഷ്യത്തിൽ ശോഭനയെ കണ്ടതും ശ്രീജിത്ത് കാര്യം അറിയാതെ അവരെ പകച്ചു നോക്കി. തുറന്നു പിടിച്ച വാതിലിനിടയിലൂടെ ശോഭനയുടെ നോട്ടം റൂമിൽ കിടന്നുറങ്ങുന്ന മീനാക്ഷിയിലേക്ക് നീണ്ടു. അവൾ ഇതുവരെ എണീറ്റില്ലേടാ. അവൾക്ക് തീരെ വയ്യെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര വയറുവേദനയും തലവേദനയും ഉണ്ടെന്ന്. ആഹാ, അത് കൊള്ളാലോ. എടാ, ഇതൊക്കെ കഴിഞ്ഞ് തന്നെയാ ഞാനും ഇവിടം വരെ വന്ന് നിൽക്കുന്നത്. പെണ്ണുങ്ങളാവുമ്പോഴേ കുറച്ച് സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിക്കണം. അല്ലാതെ അയലത്തൂടെ ഒരു വേദന പോയാൽ ഇങ്ങനെ നിലവിളിച്ചകത്ത് കയറി ഇരിക്കുമല്ലോ വേണ്ടത്. നീ അവളെ ഇങ്ങ് വിളിക്കുക, എന്നിട്ടൊന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറയേ. അത്ര നേരം ഉറങ്ങിയ മീനാക്ഷി കട്ടിലിൽ ഉണർന്നിരിപ്പുണ്ട്. പോയി ഭക്ഷണം ഉണ്ടാക്കുക. സമയം എത്രയെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? ശോഭന ശ്രീജിത്തിനെ തള്ളിമാറ്റി അകത്തേക്ക് വന്നു. എന്നിട്ട് മീനാക്ഷിയോടായി പറഞ്ഞു, പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എനിക്കിന്ന് എന്തായാലും ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യ. ഈ വീട്ടിൽ എന്നെ കൂടാതെ വേറെ ആൾക്കാരുണ്ടല്ലോ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രവുമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇന്നൊരു ദിവസം മറ്റുള്ളവർക്ക് വേണമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാം. പ്ലീസ് എന്നെ ശല്യം ചെയ്യില്ല, എനിക്ക് ഉറങ്ങണം. അതും പറഞ്ഞ് കാൽച്ചുവട്ടിൽ കിടന്ന പുതപ്പെടുത്ത് തലവഴി പുതച്ചു മൂടിക്കൊണ്ട് മീനു കട്ടിലേക്ക് കിടന്നു. ശ്രീജിത്ത് റൂമിൽ നിന്നതുകൊണ്ട് തന്നെ ശോഭനയ്ക്ക് കൂടുതലായി ഒന്നും പറയാൻ സാധിച്ചില്ല. തിളച്ചു മറിഞ്ഞു വന്ന ദേഷ്യം അവർ കഷ്ടപ്പെട്ടുള്ളിൽ ഒതുക്കി വെച്ചു. ദേഷ്യത്തോടെ ശോഭന ചവിട്ടിത്തുള്ളി അടുക്കളയിലേക്ക് പോയതും ശ്രീജിത്ത് മീനാക്ഷിയുടെ അരികിലേക്ക് വന്നിരുന്നു. ഇന്ന് നീ കോളേജിൽ പോകുന്നില്ലേ മീനു? ഇല്ല, ഇന്നെനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്. എവിടേക്കാണ് പോകുന്നത്? അത് ഞാൻ ഇന്ന് പോയി വന്ന ശേഷം പറയാം. മുഖത്തു നിന്നും പുതപ്പ് പോലും മാറ്റാതെയാണ് മീനു സംസാരിക്കുന്നത്. ശ്രീജിത്തിന് അവളുടെ ആ പെരുമാറ്റം തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നിരുന്നാലും അവളുടെ മൂടത്ര ശരിയല്ലെന്ന് അവന് സ്വയം തോന്നിയതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് വലിയ വഴക്കുണ്ടാക്കാനും നിന്നില്ല. രാവിലെ ശ്രീജിത്ത് ബാങ്കിലേക്ക് പോയ ശേഷമാണ് മീനാക്ഷി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത്. മീനാക്ഷി അടുക്കളയിൽ കയറാതിരുന്നതുകൊണ്ട് തന്നെ രാവിലത്തേക്കുള്ള പ്രഭാത ഭക്ഷണം വൈകി. അതുമാത്രമല്ല, ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം ആരും ഉണ്ടാക്കിയതുമില്ല. അതുകൊണ്ട് പുറത്തുനിന്നാണ് ശ്രീജിത്ത് ഉച്ചഭക്ഷണം കഴിച്ചത്. രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മീനാക്ഷി താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നല്ല 4 വർത്തമാനം പറയണമെന്ന് കരുതിയ ശോഭനയെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവൾ എവിടെയോ പോകാൻ റെഡിയായിട്ട് താഴേക്ക് വന്നു. താഴ്ന്നുന്ന ശോഭനയെ ഒരു നോട്ടം കൊണ്ടുപോലും ഗൗനിക്കാതെ അവൾ നേരെ പുറത്തേക്കിറങ്ങി. സ്വന്തം കാറുമെടുത്ത് ഗേറ്റ് കടന്നു പോകുന്നത് ഒരു നെടുവീർപ്പോടെ നോക്കി നിന്നവർ. രാവിലെ പോയ മീനാക്ഷി പിന്നെ തിരികെ മടങ്ങി വന്നത് ജോലി കഴിഞ്ഞ് ശ്രീജിത്ത് എത്തിയ ശേഷമാണ്. നീ എവിടെ പോയതാ മീനു? ത്രിസന്ധിക്ക് വിളക്ക് വെക്കും മുമ്പ് വീട്ടിൽ കയറണമെന്ന് അറിയില്ലേ നിനക്ക്? ശ്രീനിധി എപ്പോഴും അങ്ങനെയാണോ ചെയ്യാറ്? എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടിരിക്കുന്നു അവൾ ഫ്രണ്ട്സിനൊപ്പം പാർട്ടിക്ക് പോയിട്ട് രാത്രി 9 മണിക്കും 10നും ഒക്കെ വരുന്നത്. ഒരേ വീട്ടിലെ 2 പെൺകുട്ടികൾ, അതിൽ ഒരാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറാം, മറ്റേ ആൾക്ക് വിളക്ക് വയ്ക്കും മുമ്പ് കയറണം. ഇതവിടുത്തെ നിയമമാണ്. ശരിയാണ്, കൂട്ടുകാരുടെ കല്യാണത്തിന് പോയിട്ട് ശ്രീനിധി ഇതുവരെയും മടങ്ങിയെത്തിയിട്ടില്ല. ശ്രീജിത്ത് മനസ്സിലോർത്തു. അവന് തൊട്ടരികിൽ നിന്ന് ശോഭനയ്ക്കും അത് മനസ്സിലായി. ആ, ഇനി അതും ഇതും പറഞ്ഞ് നേരം കളയാതെ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് ഒന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക്. പെട്ടെന്ന് ശ്രീജിത്തിനെ രക്ഷിക്കാൻ വേണ്ടി ശോഭന അത് പറഞ്ഞു. എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. അല്ലേ, നിനക്ക് വേണോന്നല്ല ചോദിച്ചത്, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്ക് എന്നാ ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന്. എന്ന് വെച്ചാൽ
എനിക്കിനി ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യ എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്ക്. രാവിലെ ഉച്ചയ്ക്കും അങ്ങനല്ലേ ചെയ്തത്? പിന്നെ അതുമാത്രമല്ലല്ലോ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 2 വർഷം ആകുന്നുള്ളൂ. അതിനു മുമ്പ് നിങ്ങളൊക്കെ ആഹാരം കഴിച്ചത് എങ്ങനെയാ? അതുപോലെ അങ്ങ് ഉണ്ടാക്കി അങ്ങ് തിന്നു. അത്രയും പറഞ്ഞ് ധാർഷ്ട്യത്തിൽ മീനാക്ഷി മുകളിലേക്ക് പോയി. അവൾ പോകുമ്പോൾ വിശ്വാസം വരാത്തതുപോലെ നോക്കി നിന്നുപോയി ശോഭനയും ശ്രീജിത്തും. കാരണം മീനാക്ഷിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു സംസാരം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവരെ സംബന്ധിച്ച് മീനാക്ഷി എന്നും തങ്ങൾക്ക് കീഴ്പ്പെട്ട് കഴിയുന്നവളായിരുന്നു. കയറിപ്പോയി മീനാക്ഷി നേരെ ചെന്നത് ശ്രീനിധിയുടെ റൂമിലേക്കാണ്. താഴെ മുറ്റത്ത് ശ്രീനിധിയുടെ കാർ കാണാത്തതുകൊണ്ട് തന്നെ മീനുവിന് മനസ്സിലായി അവൾ ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ലെന്ന്. ശ്രീനിധിയുടെ കതകിൻ്റെ ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചതും റൂം ഓപ്പണായി വന്നു. ലൈറ്റ് ഇട്ടുകൊണ്ട് മീനു നേരെ ചെന്ന് ശ്രീനിധിയുടെ അലമാര തുറന്നു. അതിലടുക്കി വൃത്തിയായി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി വലിച്ചുവാരി ബെഡിലേക്കിട്ടു. ഇത് കുറച്ച് ചീപ്പ് പരിപാടിയാണെന്ന് മീനുവിനറിയാം. പക്ഷെ അവൾ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീനിധിയോട് ഇതിലും നല്ല ഭാഷയിൽ മറുപടി കൊടുക്കാൻ അവൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെയാണ്. ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് ഡോറടച്ച് മീനു സ്വന്തം റൂമിലേക്ക് പോയി. അന്നേ ദിവസം രാത്രി 11 മണിയോടെയാണ് ശ്രീനിധി തിരികെ എത്തിയത്. റൂമിൽ കയറിയതും അമ്മയെന്നുള്ള ശ്രീനിധിയുടെ ദേഷ്യത്തിലുള്ള അലർച്ച കേട്ടുകൊണ്ട് ഉറങ്ങാൻ കിടന്ന എല്ലാവരും അവിടേക്ക് ഓടി വന്നു. ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും മീനു ഉറക്കം നടിച്ച് ബെഡിൽ കിടന്നു. ശോഭനയും സിദ്ധാർത്ഥും ശ്രീജിത്തും എല്ലാവരും ശ്രീനിധിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ അലമാരയിലുള്ള സകല വസ്ത്രങ്ങളും കട്ടിലൊരു കുന്നുപോലെ കിടക്കുന്നതാണ് കണ്ടത്. നിനക്കെന്താ പെണ്ണെ, പ്രാന്ത് പിടിച്ചോ? ഈ പാതിരാത്രിയിൽ ഇതെല്ലാം കൂടെ വലിച്ചു വാരിയിടാന്? ശോഭന ദേഷ്യത്തോടെ ശ്രീനിധിയോട് ചോദിച്ചു. എന്തിനാണ് എന്നോടിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാനൊന്നും അല്ല ഇത് ചെയ്തത്. ഞാൻ വരുമ്പോൾ എൻ്റെ റൂം ഇങ്ങനെ കിടന്നത്. ഏട്ടാ, അവരെ വിളിച്ചോണ്ടുക. എനിക്കറിയാം ഇത് അവർ തന്നെ ചെയ്തതാണെന്ന്. ആരും മീനുവോ? ഇല്ല മോളെ, അവളിങ്ങനൊന്നും ചെയ്യില്ല. ഓ, ഒരു പെങ്കോന്തൻ. ശോഭന ശ്രീജിത്തിനെ നോക്കി കൊഞ്ഞനും കുത്തിക്കൊണ്ട് പിറുപിറുത്തു. നിനക്ക് വിശ്വാസം വരണമെങ്കിൽ ഞാൻ അവളെ വിളിച്ചോണ്ട് വരാം. എന്നിട്ട് അവളുടെ വായിൽ നിന്ന് നീ തന്നെ കേൾക്ക് അവളിങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. ശ്രീജിത്ത് നേരെ റൂമിലേക്ക് ചെന്ന് ഉറക്കം നടിച്ചു കിടന്ന മീനുവിനെ വിളിച്ചു. എന്താ ശ്രീയേട്ടാ ഈ നട്ടപ്പാതിരിക്ക്? നിങ്ങൾക്ക് ഉറക്കമില്ലേ? മീനു, നീ ഒന്ന് ശ്രീമോളുടെ റൂം വരെ വന്നേ. എന്തിനാ? അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. മീനു ശ്രീനിധിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ദേഷ്യം കൊണ്ട് ചുവന്ന് കലിതുള്ളി നിൽക്കുകയാണ് ശ്രീനിധി. അവളെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെയാണ് മീനു റൂമിനകത്തേക്ക് കയറിയത്. നിങ്ങളാണോ ഇതെല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിട്ടത്? അതേ. അത്രയും ഉറപ്പോടെ കൈ കെട്ടി നിന്നുകൊണ്ട് മീനു അത് പറഞ്ഞപ്പോൾ ഇത്തവണ പതറിപ്പോയത് ശ്രീജിത്താണ്. ശോഭനയും അതേ ഭാവത്തോടെ മീനുവിനെ നോക്കി. തുടരും.